കുഞ്ഞിന്റെ കാര്യത്തിൽ തനിക്കുള്ള നിബന്ധനകൾ ആവർത്തിച്ച് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ. കുഞ്ഞിനെ മറ്റുള്ളവർ ശല്യപ്പെടുത്തുന്നതിനെതിരെ ഒരു സ്ത്രീ സംസാരിക്കുന്ന വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് ദിയയുടെ പ്രതികരണം. കുഞ്ഞു കരയുമ്പോൾ ഞാൻ എടുക്കാം എന്ന് പറയുക, ശബ്ദമുണ്ടാക്കുക, വിനോദത്തിനു വേണ്ടി കുഞ്ഞുങ്ങളുടെ ക്ഷീണം മനസ്സിലാക്കാതെ കളിപ്പിക്കുക, ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുക, ഒരുപാട് ആളുകളുമായി ഇടകലർത്തുക എന്നിവ തെറ്റാണെന്ന് ഈ റീലിൽ പറയുന്നുണ്ട്. ഈ വാദങ്ങളെ ദിയ പൂർണ്ണമായും ശരിവയ്ക്കുന്നു. ഇതെല്ലാം വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് വലിയ ശബ്ദങ്ങൾ, അമിതാവേശം, കുഞ്ഞിനെ ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കൽ എന്നിവ. എൻ്റെ കുഞ്ഞ് ആരുടെയും വിനോദത്തിനല്ല, വേണമെങ്കിൽ യൂട്യൂബ് കണ്ടോളൂ എന്നാണ് ദിയ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിക്കൊപ്പം പങ്കുവച്ചത്. സ്വന്തം വീട്ടുകാരെ തന്നെയല്ലേ ദിയ ഉദ്ദേശിച്ചത് എന്നാണ് പലരുടെയും ചോദ്യം. കഴിഞ്ഞ ദിവസമാണ് ദിയയുടെയും മുത്തശ്ശൻ മരിച്ചത്. മരണവീട്ടിലെ അനുഭവങ്ങൾ ആകാം ദിയ പങ്കുവച്ചതെന്നും അഭിപ്രായങ്ങളുണ്ട്. അതേസമയം ദിയ നേരത്തെ പലതവണ സമാന അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വീട്ടിലെ ആളുകളെ തന്നെയാണ് ദിയ ഉദ്ദേശിക്കുന്നതെന്നാണ് നെറ്റിസൺസ് പറയുന്നത്. കാരണം ദിയ മിക്കപ്പോഴും തൻ്റെ മാതാപിതാക്കളുടെ വീട്ടിലാണ് ഉണ്ടാകാറ്. സഹോദരിമാരാണ് മിക്കപ്പോഴും ദിയയുടെ കുഞ്ഞിനെ ലാളിക്കാറുള്ളതും. എൻ്റെ കുഞ്ഞ് കരയുമ്പോൾ എൻ്റെ കയ്യിലേക്ക് തരാതെ അലോസരപ്പെടുത്തിയാൽ കുഞ്ഞ് നിന്റെ അടുത്തേക്ക് ഇനി വരില്ലെന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നു എന്നായിരുന്നു ആര്യയെ ഉദ്ദേശിച്ച് ദിയ മുമ്പൊരിക്കൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത്. കുഞ്ഞിൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയുള്ള ആളാണ് ദിയ. കുഞ്ഞിൻ്റെ കാര്യത്തിൽ ആരും തന്നെ ഉപദേശിക്കുന്നത് ദിയയ്ക്ക് ഇഷ്ടമല്ല. ഇക്കാരണത്താൽ വ്ളോഗുകളും പഴയതുപോലെ ദിയ പങ്കുവയ്ക്കാറില്ല. കുഞ്ഞിനെ വളർത്തുന്നതിൽ പല ഉപദേശങ്ങളും ദിയയ്ക്ക് കമൻറ്റുകളായി വരുന്നുണ്ട്. ചിലർ പോരായ്മ ചൂണ്ടിക്കാട്ടി ഇതൊക്കെ തനിക്ക് ഇത്തരം ഉപദേശങ്ങൾ വേണ്ടെന്ന് തുറന്നെടുക്കുകയും ചെയ്തു. അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ പറ്റാത്തവർ എന്തിനാണ് കുഞ്ഞിനെ വ്ളോഗുകളിൽ കാണിക്കുന്നത്? വ്യൂസും മോണിറ്റൈസേഷനും വേണം, എന്നാൽ അഭിപ്രായം മാത്രം പറ്റില്ലെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ താരത്തിന് അത് പറ്റുമോ എന്നാണ് വിമർശകരുടെ ചോദ്യങ്ങൾ. പൊതുവെ കൃഷ്ണകുമാർ കുടുംബത്തിൽ ഏറ്റവും വിമർശനം ഉള്ളത് ദിയയ്ക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസവും ദിയയ്ക്ക് വിമർശനം വന്നു. മുത്തശ്ശൻ്റെ മരണത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പങ്കുവച്ചതായിരുന്നു കാരണം. ഭർത്താവ് അശ്വിൻ ഗണേഷിനെ ദിയ ബഹുമാനിക്കുന്നില്ല എന്നായിരുന്നു മറ്റൊരു പ്രധാന കുറ്റപ്പെടുത്തൽ. അശ്വിനെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നു, അശ്വിൻ്റെ വീട്ടുകാരിൽ നിന്ന് അകലം പാലിക്കുന്നു എന്നിങ്ങനെ കുറ്റപ്പെടുത്തലുകൾ നീളുന്നു. എന്നാൽ ഭർത്താവിനും മകനും ഒപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് ദിയ കൃഷ്ണ.